വിഷ്ണു ഒരു അന്യജാതി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവൻ ഗ്രാമത്തിൽ നിന്നും പോകണമെന്ന് ഒരു ശിക്ഷയും കിട്ടി. വിഷ്ണുവും അപർണയും മകൾ പല്ലവിയോടൊപ്പം ഒരു നദിയുടെ കരയിൽ ജീവിച്ചു വന്നു. ദിവസവും അതിരാവിലെ വിഷ്ണു കൂലിപ്പണി ചെയ്യാനായി ഗ്രാമത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. വഴിയിൽ അവൻ പല്ലവിയെയും അവളുടെ സ്കൂളിൽ വിടുമായിരുന്നു. ഇവിടെ വീട്ടിൽ അപർണ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വീട്ടുജോലികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടും അവൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നദിയിൽ നിന്നും മീൻ പിടിക്കുമായിരുന്നു. ദിവസവും ഇങ്ങനെ മീനുകളെ പിടികൂടി അപർണ ഈ ജോലിയിലൊരു എക്സ്പേർട്ടായി മാറി. ഇപ്പോൾ അവൾക്ക് തന്റെ കൈകൾ കൊണ്ട് തന്നെ മീൻ പിടികൂടാൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ നല്ല ദിവസമാ. വീട്ടിൽ ചെന്ന് ഞാൻ മീൻ വറക്കും. അപർണ ആ നദിയിൽ നിന്നും പിടികൂടിയ എല്ലാ മീനുകളെയും വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി നല്ലതുപോലെ ശുദ്ധീകരിച്ച് പാകം ചെയ്യുമായിരുന്നു. ഇതിന്റെ മണം വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ രുചിയും നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വൈകുന്നേരം വിഷ്ണുവും പല്ലവിയും വീട്ടിലേക്ക് വരുമ്പോൾ അപർണ അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കൂടെ മീനും വിളമ്പിക്കൊടുത്തു. രുചിച്ച് നോക്കിയിട്ട് പറയോ എങ്ങനെയുണ്ടെന്ന്. അമ്മേ, ഇതിൽ രുചിച്ചു നോക്കാൻ എന്താ ഉള്ളേ? നിങ്ങൾ ചെയ്തെങ്കിൽ വളരെ നന്നായിരിക്കും. ഓ അതെയോ? അതെ അമ്മേ. നിങ്ങൾ ഉണ്ടാക്കുന്ന മീനുകളൊക്കെ എന്റെ സ്കൂളിലേക്ക് അയക്കില്ലേ? അപ്പോഴേക്ക് എന്റെ ഫ്രണ്ട്സ് അത് വിടാതെ കഴിക്കും. നിങ്ങളുടെ അമ്മ വളരെ നന്നായി മീനുണ്ടാക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാര്യം. അതെ അതെ, നിന്നെ പോലെ ആർക്കും തന്നെ മീൻ കറി വെക്കാനേ സാധിക്കില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. മീനെന്ന് പറഞ്ഞതും എനിക്കൊരു കാര്യം തോന്നി. ഞാൻ കുറെ മീനുകൾ പിടിച്ച് അത് മാർക്കറ്റിൽ വിൽക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കിട്ടും. ആ, നിനക്ക് വിൽക്കാം. നീ നന്നായി മീനുകളെ പിടികൂടുമല്ലോ. അപ്പൊ നാളെ മുതൽ ഞാൻ പണി തുടങ്ങാം. അടുത്ത ദിവസം അപർണ ഒരുപാട് മീനുകളെ പിടികൂടി. എന്നിട്ട് ആ മീനുകളെല്ലാം ഒരു കുട്ടയിലാക്കി മാർക്കറ്റിലേക്കും പോയി. നല്ല നല്ല മീനുകൾ. ഇന്നാണ് നദിയിൽ നിന്ന് പിടിച്ച മീനുകൾ. നല്ല വെള്ളത്തിൽ നിന്ന് എടുത്ത മീനാണോ? ഹാ ചേച്ചി, ഇതൊക്കെ നദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനുകളാണ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ട. ഒരുപാട് ആൾക്കാർ അപർണയുടെ മീൻ കണ്ട് അടുത്തേക്ക് വന്നു. എന്നാൽ കുറച്ചുപേർ മാത്രമേ മീൻ വാങ്ങിയുള്ളൂ. ഇത് കണ്ട് അപർണ ഒരുപാട് വേദനിച്ചു. സാരമില്ല, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാ എന്റെ മീനുകളൊക്കെ വിറ്റുപോകും. അപർണ തന്നെത്താനെ സമാധാനപ്പെടുത്തി. പിന്നെ കുട്ടയും എടുത്ത് അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസവും അപർണ നല്ല നല്ല മീനുകൾ പിടികൂടി. എന്നിട്ട് അത് വിൽക്കാനായി മാർക്കറ്റിലേക്കും പോയി. മീൻ വാങ്ങിക്കോളൂ, നല്ല നല്ല മീനുകൾ. ഇന്നും അവസ്ഥ അത് തന്നെ. മീനുകൾ അധികം വിറ്റതേയില്ല. ഇങ്ങനെ ഒരുപാട് ദിവസം സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അപർണയുടെ മനസ്സ് വേദനിച്ച് അവൾ ഒരുപാട് ദുഃഖിതയായി. അവൾ മീനുകൾ നിറച്ച കുട്ടയുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ വിഷമത്തോടെ അവൾ പാചകം ചെയ്തു. വിഷ്ണു വീട്ടിലേക്ക് വന്നപ്പോൾ അപർണ അവിടെ ഇരിക്കുന്നത് കണ്ട് അപർണയുടെ മൂഡ് ശരിയല്ല എന്നവന് മനസ്സിലായി. അപർണ, എന്തു പറ്റി? മീൻ വിറ്റ് കുറച്ച് പൈസ സമ്പാദിക്കാമെന്നാണ് വിചാരിച്ചേ. പക്ഷെ ആരും എന്റെ മീനുകൾ വാങ്ങുന്നേയില്ല. നിനക്ക് മീൻ വിൽക്കുന്നതിന് പകരം മീൻ കറി വിറ്റുകൂടെ? ആ, എല്ലാവരും വാങ്ങിക്കോളും. എന്താ ഏട്ടാ, കളിയാക്കുകയാണോ? അയ്യോ, അല്ല അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ വെച്ചുണ്ടാക്കുന്ന മീൻ കറിക്ക് എന്ത് രുചിയാണെന്ന് നിനക്കറിയാമോ? എന്നിരുന്നാലും മീനിനെ പിടികൂടുന്നത് നീയല്ലേ. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്കും നിനക്ക് വിൽക്കാം. നീ നന്നായി ഒന്ന് ആലോചിക്കേ. വിഷ്ണു ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോൾ അപർണയും വിഷ്ണു പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും എന്റെ മീൻകറി പുകഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഒരു വട്ടം ശ്രമിച്ചു നോക്കിയേക്കാം. എങ്ങനെയായാലും എനിക്ക് പൈസ സമ്പാദിച്ചാൽ മതിയല്ലോ. മീനുകൾ വിറ്റ് അല്ലെങ്കിൽ മീൻകറി വിറ്റ് എന്തായിരുന്നാലും എന്താ. ഇപ്പോൾ അപർണയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അവൾ വീണ്ടും ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം അപർണ നല്ല മീനുകൾ പിടികൂടി അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്തുകൊണ്ടിരുന്നു. പാചകം ചെയ്തതിന് ശേഷം അപർണ ഒരു പാത്രത്തിൽ മീനുകളെല്ലാം വെച്ചു. പിന്നെ മറ്റൊരു പാത്രത്തിൽ ഫ്രൈസും വെച്ചു. പിന്നെ അവൾ ഒരു സഞ്ചിയും എടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അപർണ മാർക്കറ്റിൽ എത്തി. മീൻ കറി വെറും 25 രൂപയിൽ മീൻ കറി. മീൻ പാത്തെന്ന് കേട്ടതും കസ്റ്റമേഴ്സ് എല്ലാവരും വരാൻ തുടങ്ങി. ഈ മീൻ ഫ്രഷ് അല്ലേ?
അതെ, ഇന്ന് രാവിലെ പിടിച്ചതാണ്. ശരി ശരി, എനിക്ക് ഒരു പ്ലേറ്റ് തരൂ. അപർണയപ്പോൾ അയാൾക്ക് ഒരു പ്ലേറ്റ് മീൻ ബാത്ത് കൊടുത്തു. അയാൾ അവിടെ തന്നെ നിന്ന് അത് മുഴുവനും കഴിച്ചു തീർത്തു. ആ മീനിന്റെ മണം അവിടെ മുഴുവനും പടർന്നു. അത് കാരണം വീണ്ടും കുറച്ചുകൂടി കസ്റ്റമേഴ്സ് അപർണയുടെ അടുത്ത് വന്നു. എനിക്കും ഒരു പ്ലേറ്റ് തരൂ. ആ ശരി. കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അപർണയും അവർക്ക് മീൻ ബാത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഓരോ പ്ലേറ്റിനും അവൾക്ക് 25 രൂപയും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ മീൻ ബാത്ത് മുഴുവനും കാലിയായി. അങ്ങനെ അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. വൈകുന്നേരം വിഷ്ണു വീട്ടിൽ വന്നതും അപർണ പല്ലവിക്കും അവനും ജിലേബിയും കൊടുത്തു. ജിലേബി? അയ്യോ, ഇതെന്താ സ്പെഷ്യൽ ആണല്ലോ. നിങ്ങളത് കഴിക്കൂ, പറയാം. 3 പേരും ജിലേബി കഴിച്ചു. പിന്നെ അപർണ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിഷ്ണുവിനോടും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ മീൻ ബാത്ത് എല്ലാവരും രുചിയോടെ കഴിക്കുമെന്ന്. എനിക്കും കുറച്ച് മീൻ ബാത്ത് ഇട്, ഞാൻ കഴിക്കട്ടെ. അയ്യോ, അതൊക്കെ തീർന്നു പോയല്ലോ. എന്താ? അങ്ങനെ അന്നു മുതൽ അപർണയുടെ മീൻ ബാത്ത് കച്ചവടം വളരെ നന്നായി നടന്നു. അപർണ എപ്പോൾ മാർക്കറ്റിൽ വരുമെന്ന് കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുന്ന അവസ്ഥയിലായി. ദേ അവിടെ നോക്കൂ, മീൻ കടക്കാരി വന്നു. അവൾ അവിടെ വരുന്നതും അവൾക്ക് ചുറ്റിനും വലിയൊരു കൂട്ടം തന്നെ കൂടും. അവൾ സമ്പാദിച്ച പണം കൊണ്ട് അപർണ അവരുടെ വീടും നന്നാക്കിയെടുത്തു. വിഷ്ണുവും അപർണയെ മീൻ ബാത്ത് ഉണ്ടാക്കി വിൽക്കുന്നതിൽ അവളെ സഹായിക്കുമായിരുന്നു. വിഷ്ണു ഇപ്പോൾ കൂലിപ്പണിയും നിർത്തി. ഭാര്യയും ഭർത്താവും ഇപ്പോൾ മീൻ ബാത്ത് വിറ്റുകൊണ്ടിരുന്നു. അവർ മാർക്കറ്റിൽ ഒരു കടയും തുറന്നു. അവരുടെ മീൻ ബാത്ത് ബിസിനസ് വളരെ സൂപ്പറായി പോയി. പിന്നെ കുറച്ചു നാൾ കൊണ്ട് തന്നെ അപർണ ഗ്രാമത്തിൽ മീൻ കടക്കാരി എന്ന പേരിൽ പ്രശസ്തിയായി. ഇപ്പോൾ അവളുടെ കുടുംബം മുഴുവനും ഈ ജോലിയിൽ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഗ്രാമത്തിൽ സൂക്ക എന്നും ലെംബു എന്നും പേരുള്ള 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും എന്നും വഴക്കായിരുന്നു. രണ്ടുപേരുടെയും മനസ്സിൽ എപ്പോഴും ഈഗോ മാത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കായിരുന്നു. അമ്മ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അമ്മയുടെ വാക്കുകൾ കേൾക്കില്ലായിരുന്നു. ഈ സന്ദർഭം ചതുർ നന്നായിട്ട് ഉപയോഗിച്ചു. എല്ലാ ദിവസവും രണ്ടുപേരും അവരവരുടെ ജോലികൾ മാറ്റിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം സൂക്ക ബിരിയാണി കട ഇട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം ലെംബു പേരക്കകൾ വിൽക്കുന്നുണ്ടായിരുന്നു. ദേവിടെ നോക്ക് ലംബോ, എന്റെ കൂടെ നീ മത്സരിക്കാൻ പേരക്ക കട ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണി കടയും ഇട്ടു. ഇതാ കണ്ടില്ലേ, ഇതിനു മേലെ നീ എന്നെ ഒരു ശല്യം ചെയ്യാൻ പാടില്ല. നീ അങ്ങനെ ചെയ്താലേ നിന്റെ സമയം മോശമായിരിക്കും. ദേവിടെ നോക്ക്, ഇത് നീ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടാവും. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? നീ എന്നെ പേടിപ്പിക്കാണ്. എന്നാ നോക്കിക്കോ മോനെ, നാളെ തൊട്ട് ഞാനും ബിരിയാണി കട വെക്കാൻ പോവുകയാണ്. പക്ഷെ ഈ പ്രാവശ്യം നിന്റെ കച്ചവടം ഞാൻ പൊളിക്കും. ശരി, നമുക്ക് കാണാലോ രണ്ടുപേരിൽ ആരാ ജയിക്കുന്നത്. രണ്ടുപേരും മത്സരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചതുർ അവിടേക്ക് വന്നത്. എന്താ ഇത് മക്കളെ, രാവിലെ തന്നെ ഇങ്ങനെ തല്ലുകൂടുകയാണോ നിങ്ങള്? സൂക്ക, നീ എന്താ ബിരിയാണി കണ്ടിട്ടുണ്ട്, അതും ചിക്കൻ. ആ ശരി, നീ ഒരു പ്ലേറ്റ് എടുക്ക്, ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ചതുരേട്ടാ, ഈ കട നിങ്ങളുടെ കട പോലെയാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം. ചതുർ പണം കൊടുക്കാതെ നിറയെ ബിരിയാണി കഴിച്ചു. അവൻ സൂക്കയുടെ ബിരിയാണിയെ പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ പറയുന്നത് ലെംബുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. സൂക്ക, നിന്റെ ബിരിയാണി അടിപൊളിയായിരുന്നു, കഴിച്ചിട്ട് നല്ല തൃപ്തിയുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടാവും. ഇതൊക്കെ ചേട്ടാ, നാളെ എന്റെ കൈ കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാം, അത് വന്ന് നിങ്ങൾ കഴിച്ചു നോക്ക്, നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടാവും. ശരി മോനെ, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഇപ്പൊ നിന്റെ കയ്യിലുള്ള പേരക്കൊക്കെ താ. നിന്റെ പേരക്കൊന്നും കുറഞ്ഞ കാര്യമൊന്നുമല്ല. ലെംബുവിന് ചെറിയ രീതിയിൽ പുകഴ്ത്തിയാലും മതി, അവന് സന്തോഷമാകും. അതുകൊണ്ട് ചതുറിന് ഫ്രീ ആയിട്ട് പേരക്കയും കിട്ടി. സുക്കു ഒരു ദിവസം മുഴുവൻ ബിരിയാണി ഒരു പ്ലേറ്റ് 50 രൂപയ്ക്ക് വിറ്റു. സൂക്കയ്ക്ക് അന്നത്തെ ദിവസം നല്ല വരുമാനം കിട്ടി. അത് കണ്ട് ലെംബുവിന് ദേഷ്യം വന്നു. വൈകുന്നേരം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ലെംബു സൂക്ക വരുന്നതിന് മുൻപ് അവന്റെ വണ്ടി എടുത്ത് പുറപ്പെട്ടു. എന്നിട്ട് അവിടെ ബോർഡിൽ ഒരു ബിരിയാണി ഒരു പ്ലേറ്റ് 40 രൂപ എന്ന് എഴുതി വെച്ചു. കുറച്ചു സമയത്തിന് ശേഷം സൂക്ക അവിടെ എത്തിച്ചേർന്നു. മണ്ടാ, ഇത്രയും വില കുറഞ്ഞിട്ടാണോ ബിരിയാണി വെക്കുന്നത്? എന്നും നിന്റെ ബിരിയാണി നീ എങ്ങനെയാ വിൽക്കുന്നത് ഞാൻ ഒന്ന് നോക്കട്ടെ. 2 കടയിലും ബിരിയാണി വില നോക്കി ജനങ്ങളെല്ലാം ലെംബുവിന്റെ അടുത്തേക്കാണ് പോയത്. ബിരിയാണി വില ലെംബുവിന്റെ കടയിൽ കുറവായതുകൊണ്ട് എല്ലാവരും അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇത് കണ്ടത് സൂക്കയ്ക്ക് തോന്നി, എന്റെ ബിരിയാണി വില കുറച്ചാലോ. 50 രൂപ എഴുതിയിരിക്കുന്ന ബിരിയാണി അവൻ 40 രൂപ എഴുതി. ഇപ്പോ 2 പേരുടെ കടയിലും സെയിം വിലയാണ്. വൈകുന്നേരം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. ഞാനിന്നൊരു കാര്യം അറിഞ്ഞല്ലോ, രണ്ടുപേരും ഇന്ന് നഷ്ടത്തിലാ വന്നതെന്ന്.
അമ്മേ, ഇവൻ എന്നെ പേടിപ്പിച്ചു. ഇപ്പൊ ഞാൻ അവന്റെ കട മൂടാതെ സമ്മതിക്കാൻ പറ്റില്ല. അമ്മേ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരിക്കണം. ശരി മക്കളെ, ഇനി ഞാൻ ഒന്നും പറയില്ല. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്യ്. ഒരു ദിവസം രാവിലെ ചതുർ സൂക്കയെ കാണാൻ വന്നു. വരൂ ചിത്രേട്ടാ, വന്ന് ഇരിക്കേ. നോക്കു മോനെ, നിനക്ക് കച്ചവടം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ സ്വന്തമല്ലേ? ചേട്ടാ, ഇത്ര കാലം നിങ്ങൾ പറയുന്നൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. എന്നാ ഇനി മുതൽ നീ ബിരിയാണി 5 റുപ്യക്ക് വിൽക്ക്. ബിരിയാണി 5 റുപ്യക്ക് വിറ്റാ എനിക്ക് ചിക്കൻ പോലും വാങ്ങാൻ പറ്റില്ലല്ലോ. നിനക്ക് നിന്റെ അനിയനെ തോൽപ്പിക്കണ്ടേ? അതുകൊണ്ട് നിന്റെ കൈകാശിട്ടിട്ട് എല്ലാ സാധനം വാങ്ങിക്കടോ. പക്ഷേ എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ ചേട്ടാ. നിന്റെ ചേട്ടനായിട്ട് ഞാൻ എന്തിനാ നിക്കുന്നത്? നിനക്ക് എത്ര പൈസ വേണ്ട? ഞാൻ തരാം. നിനക്ക് പൈസ വന്നതിന് ശേഷം എനിക്ക് തന്നാ മതി മോനെ. ചതുർ സൂക്കാക്ക് കടം കൊടുത്തു. അതിനുശേഷം സൂക്ക ഒരു പ്ലേറ്റ് ബിരിയാണി 5 രൂപ എഴുതി വെച്ചു. സൂക്കയുടെ ബിരിയാണിക്ക് വേണ്ടി ജനങ്ങൾ ക്യൂവിൽ നിന്നു. ടോക്കൺ കയ്യിൽ വെച്ച് അവർ വെയിറ്റ് ചെയ്തു ബിരിയാണിക്ക് വേണ്ടി. ലംബുവിന് ഇത് കണ്ട് വിഷമമായി. അപ്പോഴാണ് ചതുർ അവിടേക്ക് വന്നത്. എന്ത് പറ്റില്ല ലംബോ, നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? സങ്കടം എന്റെ മുമ്പ് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ കാരണം എന്താ നിങ്ങൾ ചോദിക്കുന്നത്? ഇങ്ങനെ പറയല്ലേ. എന്നാ നീ ഒരു പ്ലേറ്റിന് ബിരിയാണിക്ക് 5 റുപ്യക്ക് വിൽക്ക്. എന്റെ അടുത്ത് അത്ര കാശൊന്നും ഇല്ല ചേട്ടാ. ഈ സൂക്കൊക്കെ എങ്ങനെയാണ് കാശ് കിട്ടിയത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ വിഷമിക്കണ്ട മോനെ, നിനക്കുള്ള കടം ഞാൻ തരാം. നീയും 5 റുപ്യക്കുള്ള ബിരിയാണി വിൽക്കാൻ തുടങ്ങ്. ചതുർ ലംബുവിനും കടം കൊടുത്തു. അതിനുശേഷം രണ്ടുപേരും ബിരിയാണി 5 രൂപയ്ക്ക് വിൽക്കാൻ ആരംഭിച്ചു. വരൂ വരൂ, ചിക്കൻ ബിരിയാണി കഴിക്കാൻ വരൂ. അതിന്റെ വില 5 റുപ്യയാണ്. ഒരു പ്ലേറ്റിൽ 4 കഷ്ണം ചിക്കൻ ഉണ്ടാവും. വരൂ വരൂ, നല്ല ബിരിയാണി, സ്വാദുള്ള നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി, 5 റുപ്യുള്ള ബിരിയാണി, 5 റുപ്യ പ്ലേറ്റുള്ള 5 പീസുള്ള ബിരിയാണി. അവര് രണ്ടുപേരും തമ്മിലുള്ള മത്സരം ജനങ്ങൾക്ക് ഭയങ്കര സഹായമായി. 5 രൂപയുടെ ബിരിയാണി എല്ലാരും വാങ്ങിക്കഴിച്ചു. അതുകൊണ്ട് ഉച്ചയോടെ ബിരിയാണി എല്ലാം കാലിയായി രണ്ടുപേരും വീട്ടിലേക്ക് പോയി. ഇന്ന് എത്ര കാശ് സമ്പാദിച്ചു? രണ്ടുപേരും അവരുടെ അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്ക് പണം തന്നത് ചതുറാണോ? രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കിക്കോ, ചതുർ എന്താണ് ചെയ്തതെന്ന്. അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണം അമ്മേ. അതെ അമ്മേ, ഇനി ഞങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടില്ല. ഞങ്ങൾ രണ്ടുപേരും എത്ര വഴക്കുണ്ടാക്കുന്നോ അത് മറ്റുള്ളവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അമ്മേ. അതെ അമ്മേ, ഇന്ന് ഞങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലായി. ഇനി മുതൽ ഞങ്ങൾ നന്നായിട്ട് ഉണ്ടായിക്കോളാം. ആ ചത്തുറിന് ഞങ്ങൾ ഒരു പണി കൊടുത്തിട്ടേ പറ്റൂ. അതിനുശേഷം രണ്ടുപേരും ഒരു കടയിൽ ബിരിയാണി ഉണ്ടാക്കി. എന്നിട്ട് കടയ്ക്ക് പേരിട്ടു ലംബു സൂക്ക ചിക്കൻ ബിരിയാണി. പിറ്റേ ദിവസം രാവിലെ അവർ രണ്ടുപേരും അവിടെ എത്തി. ചതുർ അവിടെ എത്തി അവരെ കണ്ടതും അത്ഭുതപ്പെട്ടു. അവരും രണ്ടുപേരും തമ്മിലുള്ള ഒത്തൊരുമ കണ്ടിട്ട് ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, ഓടിപ്പോകാമെന്ന് കരുതി. സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം നമ്മൾ എപ്പോഴും ഐക്യത്തോടെ ഇരിക്കണം. അങ്ങനെ ഒത്തൊരുമിച്ചിരുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടേതായ രീതിയിൽ അതെല്ലാം രാംനഗറിൽ സോഗൻ എന്നു പേരുള്ള ഒരു മീനവൻ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിൽ വലിയ കപ്പലുണ്ടായിരുന്നു. അതിൽ അവൻ ദിവസവും രാവിലെ ചെന്ന് മീനുകളെ പിടിക്കുമായിരുന്നു. സോഗൻ ആ ഗ്രാമത്തിൽ വെച്ച ഏറ്റവും ധനികനായ മീനവനാണ്. എല്ലാ മീൻപിടുത്തക്കാരും സോഗനെ കണ്ട് ഒരുപാട് അസൂയപ്പെട്ടു. പക്ഷേ സോഗൻ ദിവസവും എല്ലാരെക്കാളും ഒരുപാട് മീൻ പിടിച്ചുകൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി ആ മീനുകൾ വിൽക്കും. സോൻ ചേട്ടാ, നിങ്ങൾ ഇത്രയും മീൻ പിടിച്ചിട്ടാണല്ലോ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് വരുമാനം വരുന്നുണ്ടല്ലേ? അത് എല്ലാം മേലുള്ളവനാണ് നമുക്ക് തരുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് എല്ലാം നല്ലതേ നടക്കുന്നുണ്ട് മോനെ. എന്നാ ചേട്ടാ വരൂ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പാർട്ടി വെച്ചൂടെ? ഇതുപോലെ സോഗന്റെ മീൻ വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. സോഗൻ വളരെ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ അവനെ എപ്പോഴും പറ്റിപ്പിക്കുമായിരുന്നു. പക്ഷെ ഈ വിഷയം കാരണം അവന്റെ ഭാര്യ വിമലയ്ക്ക് ഒരുപാട് സങ്കടമായിരുന്നു. ഇതുപോലെ സമൂഹ സേവ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അങ്ങനെ സമൂഹ സേവ ചെയ്യേണ്ട ആവശ്യം എന്താണ് വന്നത്? ദൈവം എല്ലാവർക്കും കയ്യും കാലും നൽകിയിട്ടുണ്ട്. അവർ അധ്വാനിക്കട്ടെ, അവർ ചെലവാക്കട്ടെ. നീ പറയുന്നത് വളരെ ശരിയാണ് മോളെ. പക്ഷേ ഇപ്പൊ നമുക്ക് ഒരു കുറവില്ലാതെ നന്നായിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇതെല്ലാം നിങ്ങളുടെ പെരുമയാണ്, പെരുമ. നോക്കിക്കോ, നമുക്ക് ആരും തന്നെ കാണില്ല. ഒരു ദിവസം സോഗന്റെ പഴയ കൂട്ടുകാരൻ രമേശ് സോഗനെ കാണാനായി വീട്ടിലേക്ക് എത്തി. രമേശ് എപ്പോഴും സോഗന്റെ പണത്തിൽ കണ്ണുവെച്ചുകൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് കാര്യങ്ങള്? നീ വലിയ വീടൊക്കെയാണല്ലോ കെട്ടിയിരിക്കുന്നത്. പക്ഷെ എന്ത് പറയാനാ, എന്റെ ബിസിനസ് ഒക്കെ വളരെ നഷ്ടത്തിലാണപ്പോ. 2 നേരം ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാതെയാണ് ഇരിക്കുന്നത്. കേൾക്കുമ്പോ തന്നെ വല്ലാത്ത കഷ്ടമായിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ എന്നോട് പറയാം. പക്ഷേ രമേശ് ചേട്ടാ,
നിങ്ങളുടെ ഡ്രസ്സ്, ചെരുപ്പ് ഇതൊക്കെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അതായത് ദരിദ്രനാണെന്ന് തോന്നുന്നില്ലല്ലോ. പിന്നെ നിങ്ങളുടെ വയറും നിങ്ങളുടെ ഷർട്ട് ബട്ടന് പുറത്തു വരുമെന്ന് തോന്നുന്നു. ഇതൊക്കെ പഴയതാണ് മോളെ, പുതിയത് വാങ്ങാൻ നമ്മളടുത്ത് എവിടെയാ പൈസ ഉള്ളത്? സോഹൻ രമേശ് കരയുന്നത് കണ്ടിട്ട് അവന് കടമായി കുറച്ച് കാശ് നൽകി. രമേശ് അവിടെ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ പോയി. പക്ഷേ വിമല സോഹനെ ഒരുപാട് വഴക്കു പറഞ്ഞു. സോഹൻ എന്ത് വിചാരിക്കുമെന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വിമലയ്ക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് നമുക്ക് കുറെ മീൻ കിട്ടിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ മാർക്കറ്റിൽ വിറ്റിട്ട് പൈസ നന്നായിട്ടുണ്ടാക്കണം. സോഹന്റെ മീനുകൾ എല്ലാം തന്നെ ഉടനെ വിറ്റു. ഇത് കണ്ടിട്ട് സോഹന് ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് തന്നെ അവന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്തുപറ്റി? ഇന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി? ഇന്ന് ഒരുപാട് മീൻ പിടിക്കാൻ പറ്റിയില്ലേ? എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് എനിക്ക് നല്ല കച്ചവടമായിരുന്നു. പിടിച്ച മീനുകളൊക്കെ നന്നായിട്ട് വിറ്റ് കഴിഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം സോഹന്റെ വീട്ടിന്റെ പുറത്ത് ഒരുപാട് ജനങ്ങൾ കൂട്ടമായി വന്നു. എന്നിട്ട് എല്ലാരും സോഹൻ ഒഴിയട്ടെ ഒഴിയട്ടെ എന്ന് നിലവിളിച്ചു. സോഹനും വിമലയ്ക്കും ഒന്നും തന്നെ മനസ്സിലായില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? അറിയില്ലല്ലോ, വരൂ നമുക്ക് പുറത്തു പോയി നോക്കാം. സോഹനും വിമലയും പുറത്തേക്ക് വന്നു. അവിടെ ജനങ്ങൾ ഒരുപാട് ദേഷ്യത്തോടെയായിരുന്നു. എന്തു പറ്റി? നിങ്ങൾ എല്ലാരും എന്തിനാണ് ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നത്? നിന്റെ മീൻ കഴിച്ചിട്ടേ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വീട്ടിൽ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ചില പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ എപ്പോഴും നദിയിലെ ഫ്രഷായ മീനാണല്ലോ പിടിച്ചു കൊണ്ടുവന്നത്. അതൊന്നും ഞങ്ങൾക്ക് അറിയണ ആവശ്യമില്ല. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാശ് തിരിച്ചു കൊടുക്കണം. അതുമാത്രമല്ല, അവരുടെ വൈദ്യ ചെലവ് നീ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ അതിനുള്ള നഷ്ടം നീ തരണം. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് സോഹന് ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷേ സോഹൻ വളരെ നല്ലവനായ ഒരു മനുഷ്യനാണ്. അതു കാരണം അവൻ എല്ലാവർക്കും കാശ് തിരിച്ചു നൽകി. പിന്നെ അവൻ വിറ്റ മീനുകളെ കൊണ്ട് ബാധിക്കപ്പെട്ട ജനങ്ങളെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര കാശില്ല ചേട്ടാ. ഉണ്ടായിരുന്നതൊക്കെ മീന് കഴിച്ച് രോഗം പിടിച്ചവർക്കൊക്കെ കൊടുത്തു. ഇപ്പോഴീ വീടും എന്റെ പടകു മാത്രമേ ഉള്ളൂ. പടക് വിറ്റാൽ നമ്മൾ എങ്ങനെ കാശുണ്ടാക്കും? നമ്മൾ ഈ വീട് വിറ്റേ പറ്റൂ. ശരി, ഞാൻ എന്റെ ജീവിതം നിങ്ങളോടൊപ്പം ആ കപ്പലിലെങ്കിലും ജീവിക്കും. സോഹൻ തന്റെ വീട് വിറ്റു. സോഹനും കമലയും ആ കപ്പലിൽ ചെന്ന് ജീവിച്ചു. സോഹൻ എപ്പോഴും പോലെ മീനുകൾ പിടിച്ച് മാർക്കറ്റിൽ വിൽക്കാനായി ചെന്നു. മീന് വാങ്ങാൻ വരൂ, നല്ല രുചിയുള്ള മീന്. സന്ധ്യയുമായി സമയം. പക്ഷേ സോഹൻ കൊണ്ടുവന്ന ഒരു മീനും വിറ്റില്ല. സോഹന് ഒരുപാട് സങ്കടം തോന്നി. എന്തു പറ്റി സോഹൻ? നിന്റെ ഒരു മീനും വിറ്റില്ലല്ലോ. എന്തു ചെയ്യാനാ, രാവിലെ തൊട്ട് ഞാൻ വിൽക്കാനിരിക്കുകയാണ്, ഒരു മീന് പോലും വിറ്റിട്ടില്ല. എല്ലാരും നിന്റെ മീന് കണ്ടിട്ട് അവർ പേടിച്ചതാണ്. എല്ലാവർക്കും അവരുടെ ജീവന് മുഖ്യമല്ലേ. തന്റെ കുടുംബം കുട്ടി സുഖമല്ലാണ്ട് ഇരിക്കാൻ അവരാരെങ്കിലും സമ്മതിക്കോ? പക്ഷേ അതിൽ എന്റെ ഒരു തെറ്റും ഇല്ലല്ലോ. അങ്ങനെ ആ തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് മാറ്റിയിട്ടുണ്ടല്ലോ. അതേ സമയത്ത് ഞങ്ങൾ എങ്ങനെ നിന്നെ വിശ്വസിക്കാൻ പറ്റും? ഒരു പ്രാവശ്യം പറ്റിച്ചു പോയ മനുഷ്യന്മാര് പിന്നെയും പറ്റിക്കാൻ വിശ്വാസമില്ല. സോഹൻ തന്റെ കൂട്ടുകാരന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേട്ട് ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് തിരിച്ച് തന്റെ കപ്പലിലേക്ക് തിരിച്ചുപോയി. എന്തുപറ്റി? ഇന്ന് വരാൻ ഇത്രയും സമയമെടുത്തു? നല്ല വ്യാപാരമുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നുമില്ല മോളെ, ഇന്ന് ഒരു മീന് പോലും ഞാൻ വിറ്റിട്ടില്ല. ആരും നമ്മളടുത്ത് മീൻ വാങ്ങാൻ വിശ്വാസമില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരനോട് സഹായം ചോദിച്ചുകൂടാ? നിങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ ഒരുപാട് സഹായം ചെയ്തിട്ടില്ലേ? ഇപ്പൊ എല്ലാം മാറിപ്പോയി. എന്റെ അടുത്ത് പൈസ ഉള്ളപ്പോൾ ജനങ്ങളൊക്കെ എന്റെ അടുത്തായിരുന്നു വന്നോണ്ടിരുന്നത്. ഇപ്പൊ എല്ലാരും എന്റെ നിലമേ കണ്ടിട്ട് എല്ലാരും കളിയാക്കുകയാണ്. നമ്മൾ നാളെ വീണ്ടും ഒരുപാട് മീന് പിടിച്ച് നദിയുടെ അപ്പുറത്തെ സൈഡുള്ള ഗ്രാമത്തിൽ ചെന്ന് വിൽക്കാം. അവിടെ ആർക്കും നമ്മളെ അറിയില്ല. ശരി മോളെ, നീ പറയുന്നോണ്ട് നമുക്ക് ആ ഗ്രാമത്തിലേക്കും പോയി നോക്കാം. നമുക്ക് നോക്കാം. അടുത്ത ദിവസം സോഹനും കമലയും മീൻ പിടിക്കാനായി വെള്ളത്തിൽ അവരുടെ കപ്പൽ വെള്ളത്തിൽ വെച്ചപ്പോൾ മറ്റുള്ള മീനവർകളൊക്കെ അവരെ എതിർക്കാൻ തുടങ്ങി. നീ നദിയിൽ പടക് ഓട്ടിക്കാനേ പാടില്ല. അതുപോലെ നിങ്ങൾ എന്തിനാ പറയുന്നു മദൻ ചേട്ടാ? ഒരു പ്രാവശ്യം നീ ഞങ്ങൾ എല്ലാവരും ജീവനിലെ ആപത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി ഞങ്ങൾക്ക് അതുപോലെ വരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ശരി, ഞങ്ങളുടെ കപ്പൽ എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ പോകാം. വിമലയും സോഹനും തങ്ങളുടെ കപ്പൽ എടുത്തുകൊണ്ട് വെള്ളത്തിൽ പോയി. മണിക്കൂറോളം കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. തൊട്ടടുത്ത് ഗ്രാമം ഒന്നും തന്നെ അവർക്ക് കണ്ടില്ല. അപ്പോഴാണ് വിമലയ്ക്ക് വെള്ളത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു മീൻ കണ്ടത്.
ഉടനെ വിമല വല വെള്ളത്തിലേക്കിട്ട് ആ സ്വർണ്ണ മീനിനെ പിടിച്ചെടുത്തു. ഇതേതോ മായമീൻ പോലുണ്ടല്ലോ. ഇതിന്റെ നിറം നോക്കൂ, സ്വർണ്ണ പോലെ തിളങ്ങുന്നു. ഒരുപക്ഷെ ഈ സ്വർണ്ണ മീന് മാർക്കറ്റിൽ വിറ്റാൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടും. എന്നാ നമ്മൾ ഈ മീനിനെ വളരെ സൂക്ഷിച്ചു വെക്കണം. എന്നാ നമുക്ക് ഈ മീനിനെ ഫാമിംഗ് ചെയ്യാലോ. പിന്നെ ഇതിന്റെ സ്വർണ്ണ മുട്ടകൾ വെച്ച് നമുക്ക് മാർക്കറ്റിലും വെക്കാം. നീ ആ പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? സ്വർണ്ണ മുട്ട ഇടുന്ന താറാവിനെ ആരും അറക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ചേട്ടാ. വിമലയും സോഹനും ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു. എന്നിട്ടവിടെ തങ്ങളുടെ കപ്പൽ വിറ്റ് കുറച്ച് പണം എടുത്ത് ഒരു സ്ഥലം വാങ്ങി അതിലൊരു കുളമുണ്ടാക്കി. എന്നിട്ട് സ്വർണ്ണ മീനുകളുടെ ഫാമിംഗ് തുടങ്ങി. കുറച്ചു ദിവസത്തിനകം ആ സ്വർണ്ണ മീൻ സ്വർണ്ണ മുട്ടകൾ ഇട്ടു. നമ്മൾ ഈ സ്വർണ്ണ മുട്ടകൾ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കാം ചേട്ടാ. പതുക്കെ പതുക്കെ സ്വർണ്ണ മുട്ടകൾ വിറ്റ് വിമലയും സോഹനും വീണ്ടും പണക്കാരായി മാറി. വീണ്ടും അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. സോഹന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് കണ്ട് വീണ്ടും ജനങ്ങൾ സോഹന്റെ അടുത്ത് കാശിനായി എത്തി. സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് തെറ്റായിട്ട് വിചാരിക്കാൻ പാടില്ല. നീ ഞങ്ങളുടെ നെരുങ്ങിയ ദോസ്തല്ലേ. ഇങ്ങനെ കൂട്ടുകാരനെ പോലെ അഭിനയിക്കുന്നതൊന്ന് നിർത്ത്. ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കളിയാക്കി കൈകൊട്ടി ചിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് പോ. സോഹൻ അപ്പോഴാണ് മനുഷ്യന്മാരെ കുറിച്ച് മനസ്സിലായത്. പിന്നെ പറ്റിക്കുന്ന കൂട്ടുകാരിൽ നിന്നും വിലകിയിരുന്നു. സ്വർണ്ണ മീനിന്റെ സഹായം കൊണ്ട് അവന്റെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു.